സുഹൃത്തുക്കളെ നമസ്കാരം. അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലാണ്. അത് സീപോർട്ട് റോഡിൽ നിന്ന് ഏകദേശം കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് വെറും 800 മീറ്റർ മാറിയിട്ട് ഒരു അടിപൊളി ഒരു ഗേറ്റഡ് വില്ലയാണ്. അതായത് ഗേറ്റഡ് വില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കോമ്പൗണ്ടിൽ 5 വില്ലകൾ. അപ്പൊ ഇതില് ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് 5 വില്ലകളിൽ ഇപ്പൊ 3 സെയിലായി കഴിഞ്ഞ് ഇനി 4ാമത്തെ വില്ലയാണ് ഈ കാണുന്നത്. ഇത് പല ഡിസൈനിങ്ങിലും മോഡലിലും ഒരുക്കിയിട്ടുള്ള വില്ലകളാണ് കേട്ടോ. ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇന്റർലോക്ക് കട്ടകളൊക്കെ വിരിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 4 മീറ്ററോളം വഴി സൗകര്യമൊക്കെ ഇട്ടിട്ടുള്ള ഒരു വില്ല പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങൾ അറിയുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. സുഹൃത്തുക്കളെ, ഈ ഒരു പ്രോപ്പർട്ടിയിൽ 2 വാഹനങ്ങൾ സിമ്പിളായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതിന്റെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് കോബിൾ സ്റ്റോൺ വർക്കുകളും അതുപോലെ തന്നെ ബാംഗ്ലൂർ സ്റ്റോണിന്റെ വർക്കും ചെയ്തിട്ടാണ് നമ്മുടെ ലാൻഡ്സ്കേപ്പ് സൂപ്പർ ആക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഇതിന്റെ 4 സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് വർക്ക് മനോഹരമാക്കാനായിട്ട് അതുപോലെ തന്നെ പാനലിംഗ് ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അത് നല്ല ഹൈ ക്വാളിറ്റി പാനലിംഗ് ഷീറ്റ് തന്നെയാണ്. ഏകദേശം 10 വർഷത്തോളം ഗ്യാരണ്ടി ഉള്ള പാനലിംഗ് ഷീറ്റ്. അതുപോലെ തന്നെ ചെറിയ LED ബൾബുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഈ ലാൻഡ്സ്കേപ്പ് തന്നെ ഭംഗിയാക്കാനായിട്ട് മനോഹരമായ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചുറ്റിനും മനോഹരമായ ഉരുളൻ കല്ലുകൾ നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയുടെ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. ഇവിടെയും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പ്ലാന്റ്സ് നട്ടിട്ടുണ്ട്. ചുറ്റിനും നമുക്ക് നല്ല രീതിയിൽ തന്നെ ലാൻഡ്സ്കേപ്പ് മനോഹരമാക്കിയിട്ടുണ്ട് എന്ന് തന്നെ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് വൈകിട്ട് നേരങ്ങളിലൊക്കെ കസേരയിട്ടൊക്കെ സ്വറ പറഞ്ഞിരിക്കാനും എല്ലാത്തിനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പാഷിയോ ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയും നമുക്ക് ഉരുളൻ കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട്. കിണറിന്റെ സ്ഥാനമാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വെള്ളത്തിന്റെ സോഴ്സ് വരെയാണെങ്കിൽ നമുക്ക് കിണർ സൗകര്യം അതുപോലെ തന്നെ കോർപ്പറേഷൻ വാട്ടർ സൗകര്യം നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ നിന്ന് കയറുമ്പോൾ 2 സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു സിറ്റ് ഔട്ട് പോലെ ഒരുക്കിയിട്ടുണ്ട്. ഒരു പാസേജ് പോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഒരു 50% നമുക്ക് തേക്കിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. മരങ്ങളെല്ലാം തന്നെ തേക്കിലാണ്. അതുപോലെ ഫ്രണ്ട് ഡോറ് നല്ല 2 ഭാഗത്തേക്കും. സുഹൃത്തുക്കളെ, ഈ ഒരു പ്രോപ്പർട്ടിയുടെ എല്ലാ ഡോറും അതുപോലെ തന്നെ എല്ലാ മരങ്ങളും ചെയ്തിരിക്കുന്നത് ഒരു 10% നമുക്ക് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ആയിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഡബിൾ ഹൈറ്റ് എന്ന കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഭംഗി തന്നെ കാണണം. ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ തന്നെ മാറ്റിമറിക്കും വിധം ആണ് ഇതിന്റെ സീലിംഗ് ചെയ്തിട്ടുള്ളത് എന്ന് തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ഫ്ലോറിലേക്ക് നോക്കുകയാണെങ്കിൽ ടൈലുകൾ 4x2 ആണ്. 4x2 ഹൈ ക്വാളിറ്റി ടൈലുകൾ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് ടൈലായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ ഭാഗത്ത് ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. വിൻഡോകളിലെല്ലാം തന്നെ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. സെമി ഫർണിഷ്ഡോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡോർ ആണെങ്കിലും ഇത് ഈ പാഷിയോണിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഈ ഡോറ് കൊടുത്തിട്ടുള്ളത് തന്നെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ പാഷിയോ ഭാഗത്തേക്ക് കടക്കുമ്പോൾ തന്നെ ഇവിടെയൊക്കെ നല്ല 2-way ലൈറ്റുകൾ അതുപോലെ തന്നെ ടഫ്ലൻഡ് ചെയ്തിട്ടുള്ള ഗ്ലാസ് തന്നെ മേളിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ഫിഷ് ടാങ്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാം നല്ല രീതിയിൽ തന്നെ രാത്രി കാലങ്ങളിലും പകലിലും വന്നിരിക്കാനും എല്ലാത്തിനുള്ള സൗകര്യം നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അപ്പോ ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ കടന്നു വരുമ്പോൾ ഇവിടെയായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റെയർ കേസ് അതിന്റെ താഴ്ഭാഗം നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് TV യൂണിറ്റ് ഈ ഭാഗത്താണ് വരുന്നത്. അതിന്റെ ടൈലുകളെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി ടൈലുകൾ തന്നെ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്തായിട്ടാണ് നമുക്കൊരു പ്ലാന്റ്സിന്റെ ഏരിയ തന്നെ വരുന്നത്.
അത് നല്ല ഹൈറ്റ് വെക്കുന്ന ഒരു പ്ലാന്റ്സ് കൂടിയാണ് ഇത്. അതുപോലെ തന്നെ ഡബിൾ ഹൈറ്റ് എന്ന ഇതിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കേട്ടോ ഇവിടെ ആയിട്ടാണ് എന്ത് ഡൈനിങ് സ്പേസ് വരുന്നത്. ഡൈനിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 7-8 പേർക്ക് സുഖമായിട്ട് ഇരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്യാനുള്ള സൗകര്യത്തിൽ തന്നെയാണ് ഡൈനിങ് സ്പേസ് തന്നെ ഒരുക്കിയിട്ടുള്ളത്. താഴെ നമുക്ക് ഒരു ബെഡ്റൂം ഉണ്ട്. ബെഡ്റൂമിന്റെ സ്ഥാനം ഈ ഭാഗത്തായിട്ടാണ്. അപ്പൊ ഇതിന്റെ വിഷയം കഴിഞ്ഞിട്ട് നമുക്ക് ബെഡ്റൂമിലേക്ക് കിടക്കാം അല്ലെ. അപ്പൊ ഇവിടെ ആയിട്ട് ഒരു ക്രോക്കറി ഷെൽഫ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതും കണ്ടാ നോക്കി, ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ ചെറിയ LED ബൾബുകളും നല്ല ഒത്തിരി വർക്കുകളൊന്നും ചെയ്യാതെ തന്നെ നല്ല ഭംഗിയിൽ സീലിംഗ് ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു സെൻട്രൽ കിച്ചണായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫേബറിന്റെ ആണ്, 10 വർഷത്തോളം ഗ്യാരണ്ടി ഉള്ള സാധനം തന്നെയാണ്. അതുപോലെ ഈ സെൻട്രൽ കിച്ചണിൽ നമുക്ക് നാനോ വൈറ്റ് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈഡ് ചെയ്യാൻ പാകത്തിനുള്ള അപ്പർ ഹൈഡിങ് സെറ്റപ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രോക്കറി ഷെൽഫുകൾ ഇതൊക്കെ മൈക്ക ലാമിനേഷനിൽ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മൾട്ടിവുഡിൽ മൈക്ക ലാമിനേഷനിൽ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഇത് നമുക്ക് വർക്ക് ഏരിയ സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. നല്ല സ്പേസ് നമുക്ക് വർക്ക് ഏരിയയിൽ തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലാബ് നാനോ വൈറ്റ് കൊടുത്തിട്ടുണ്ട്, ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു വാതിൽ കൂടി ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തും കണ്ടാ ബാക്ക് സൈഡിലാണെങ്കിലും നമുക്ക് ഒത്തിരി സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. കാശിലേക്ക് ഇവിടുന്ന് തന്നെ കയറാനുള്ള സൗകര്യം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, ചുറ്റിലും വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എന്നാൽ നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന ഒരു ലൊക്കേഷനിൽ തന്നെയാണ് ഈ ഒരു വീടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നിസ്സംശയം പറയാം നല്ലൊരു പ്രോപ്പർട്ടി ആണെന്നുള്ളത്. അതുപോലെ ഇവിടെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ക്രോക്കറി ഷെൽഫുകൾ ഒരുക്കിയിട്ടുണ്ട്. മോഡേൺ കൺസെപ്റ്റിൽ നല്ല മനോഹരമായി തന്നെ കിച്ചൺ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെ നമുക്ക് ഒരു പാഷ്വേയിലേക്ക് കടക്കാം. ഇവിടെ ആയിട്ടാണ് ഒരു വാഷ് ബേസിൻ കൗണ്ടർ ഒരുക്കിയിട്ടുള്ളത്. കണ്ട ഈ ഭാഗത്തായിട്ടാണ്. അതുപോലെ തന്നെ ഈ പാഷ്വേയിൽ തന്നെ സൈഡിൽ നല്ല അത്യാവശ്യം പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അതുപോലെ മുകൾ ഭാഗത്ത് ടഫ്ലൻഡ് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. ഇനി നമുക്കറിയേണ്ടതുണ്ടല്ലോ ബെഡ്റൂമിന്റെ കാര്യങ്ങൾ. ബെഡ്റൂമിലേക്കാണ് കിടക്കേണ്ടത്. ബെഡ്റൂമിലേക്ക് കിടക്കുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂം. അതുപോലെ കോട്ട് അവൈലബിൾ ആണ്. മൾട്ടിവുഡിനാലാണ് ഇത് ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തും ഒറ്റപ്പാളികളുള്ള വിൻഡോ നൽകിയിട്ടുണ്ട്. ബ്ലാങ്ക്സ് എല്ലാത്തിലും അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്തും നമുക്ക് നാച്ചുറൽ വെളിച്ചമൊക്കെ കിട്ടാവുന്ന രീതിയിൽ തന്നെയുള്ള ഒരു വലിയൊരു വിൻഡോ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ടഫ്ലൻ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഈ ഭാഗത്ത് കണ്ട വാൾറോബ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കും അതുപോലെ തന്നെ എല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് നോക്കിയോ സിസ്റ്റം ഒക്കെ വെച്ച് വർക്ക് ചെയ്യാനും അതുപോലെ കുട്ടികൾക്ക് പഠിക്കാനും എല്ലാത്തിനും ഒരു സൗകര്യം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ബാത്റൂമിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ എന്ന കൺസെപ്റ്റിൽ പാർട്ടീഷൻ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഇവിടെ ഈ ഭാഗത്ത് ഹിൻഡുവെയറിന്റേതാണ് ഫിറ്റിംഗ്സ് വരുന്നത്. അതുപോലെ കൺസീൽഡ് ഫിറ്റിംഗ്സ് ഒരുക്കിയിട്ടുണ്ട്. ഇറ്റാലിയൻ ഫിറ്റിംഗ്സ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഫോർ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് ടൈലുകൾ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാത്റൂം നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി നമുക്ക് അറിയേണ്ടത് അപ്പർ ലിവിംഗ് സ്പേസിനെ പറ്റിയാണ്. ഈ വീടിന്റെ അപ്പർ ലിവിംഗ് സ്പേസ് സ്റ്റെയർ കേസ് ഇത് പാനലാണ് കേട്ടോ. സ്റ്റീലില് പാനൽ ചെയ്തിട്ടുള്ളതാണ്. തേക്കിന്റെ ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ടഫ്ലൻഡ് ഗ്ലാസ്സിൽ നമുക്ക് ഇത് ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ളത് അതും തേക്കിന്റെ തന്നെയാണ്. കയറി വരുമ്പോ തന്നെ ഇവിടെ ആയിട്ട് ഒരു വലിയ വിൻഡോ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചെറിയ ലൈറ്റുകള്. അതുപോലെ നല്ല ഭംഗിയിൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയാ നല്ലൊരു സന്തോഷം. നമുക്ക് വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഉള്ള സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടും. ഇതാണ് അപ്പർ ലിവിംഗ് സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഭാഗത്തൊക്കെ നടന്നു പോകാനുള്ള പാസേജിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തും നാച്ചുറൽ വെളിച്ചമൊക്കെ കിട്ടാവുന്ന രീതിയിൽ നല്ല വൃത്തിയായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് ബാൽക്കണിയിലേക്ക് ബാൽക്കണി സ്പേസ് നല്ല രീതിയിൽ തന്നെ അതും ചെയ്തിട്ടുണ്ട്. ഫ്ലോറിലെ ടൈല് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഹൈ ക്വാളിറ്റി
എല്ലാം ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ വില്ല. അതുപോലെ തന്നെ പല മോഡലിലും ഡിസൈനിങ്ങിലും ഉള്ള 5 വില്ലകളാണ് ഇത്. നമുക്ക് ഈ ഒരു വില്ല വരുന്നത് തന്നെ 4.5 സെന്റ് സ്ഥലവും അതുപോലെ തന്നെ 2000 സ്ക്വയർ ഫീറ്റോളം വരുന്നതാണ്. 3 ബെഡ്റൂം, താഴെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇതിപ്പോ അപ്പർ ലിവിംഗ് സ്പേസിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോ കടക്കുന്നത്. സെമി ഫർണിഷ്ഡോട് കൂടി തന്നെ ഇത്രയും വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുള്ള വില്ലകൾ ഏകദേശം കുറവാണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ അത്രത്തോളം വൃത്തിയിൽ ഇപ്പൊ ഞാൻ ചെറിയ ഒന്ന് ഓടിച്ചു വിട്ട് കാണിക്കുന്നതാവും. ഇനി ഇവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഈ റൂമിലും ചെയ്തിട്ടുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗത്തേക്ക് വരാം. ഇവിടെ ആയിട്ടാണ് നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലെ 2ാമത്തെ ബെഡ്റൂം. ഇവിടെയും വാർഡ്രോബും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല, എല്ലാം അറ്റാച്ച്ഡ് ആണ്. ഇതൊരു ചെറിയ ബാത്റൂമാണ്, അത്യാവശ്യം നിന്ന് തിരിയാനും എല്ലാത്തിനുമുള്ള സൗകര്യങ്ങളൊക്കെ ഇതിലും ചെയ്തിട്ടുണ്ട്. അപ്പോ ഇനി നമുക്ക് ഈ വീടിന്റെ വിലഭാഗത്തേക്കാണ് കിടക്കേണ്ടത്. ഇവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് നൽകിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു ചെറിയ റൂമിന്റെ ഒരു സ്പേസ് തന്നെ ഇതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് ബ്രൗഷർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഓപ്പൺ ടെറസിലേക്ക് കടക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ നിന്നും സ്റ്റെയർ കേസ് നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ മേളിൽ ഷീറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തു തരും. അപ്പൊ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് അധികം ദൂരമില്ല, ഏകദേശം ഒരു 6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ 7 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇൻഫോ പാർക്കായി. അതുപോലെ തൊട്ടടുത്ത് കിൻഫ്ര, ന്യൂആൽസ് ലോ കോളേജ്, മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഇത്. എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസിബിൾ ആണ്. അപ്പൊ ഇതിന്റെ വിലയിലേക്കാണ് കിടക്കേണ്ടത്. വില ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില 1,10,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണോ നിങ്ങളെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിക്കാവുന്നതാണ്. ചാനൽ ഇഷ്ടമായാൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പൊ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.